ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യാ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുടനീരാജിതപദാ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 22. അല്ലയോ ഭവാനി, നിന്തിരുവടിദാസനായ എങ്കിൽ കരുണയോടുകൂടിയ കടാക്ഷത്തെ ചെയ്താലും എന്ന് സ്തോത്രം ചെയ്യുന്നതിന് ഇച്ഛിക്കുന്നവനായി യാതൊരുത്തൻ അല്ലയോ ഭവാനി നിന്തിരുവടി എന്ന് പറഞ്ഞു തുടങ്ങുന്നുവോ, അപ്പോൾ തന്നെ നിന്തിരുവടി അവന് വിഷ്ണു ബ്രഹ്മേന്ദ്രന്മാരുടെ കിരീടങ്ങളാൽ പ്രകാശിക്കത്തക്ക വണ്ണമുള്ള നീരാജനം ചെയ്യപ്പെട്ട പാദങ്ങളോടുകൂടിയ ആത്മസായുജ്യ പദവിയെ കൊടുക്കുന്നു. ഭവാനി എന്ന പദത്തിന് 2 വിധത്തിൽ അർത്ഥം കൽപ്പിക്കാം. ഒന്ന് അമ്മേ, ഭവാനി, ദേവി എന്ന്. മറ്റേത് ഭവ, നീ അങ്ങ് തന്നെയാകുന്നു, ഞാൻ തന്നെയാണ് ഞാൻ എന്ന അർത്ഥമാക്കാം. ഭക്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അവിടത്തെ സേവകനായ അടിയനിൽ കൃപാകടാക്ഷം പതിയണമേ എന്നാണ്. എന്നാൽ ദേവീ പ്രാർത്ഥന തുടങ്ങിയ ഉടനെ ഭക്തന് ഗദ്ഗതത്താൽ വാക്കുകൾ പുറത്തു വരാതെയായി. ഉടനെ ദേവി ക്രിയാപദമായ അർത്ഥം കൽപ്പിച്ച് തന്റെ സായുജ്യ പദവി നൽകി സഹായിച്ചു. സായുജ്യം എന്ന ഉത്തമമായ മോക്ഷ സാമ്രാജ്യം അരുളി അനുഗ്രഹിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിലും ദേവിയെ അവ്യാജ കരുണാമൂർത്തി എന്ന് സ്തുതിക്കുന്നു. കൃപാസാഗരമാണ് അമ്മ. ആ വാത്സല്യത്തിനും കാരുണ്യത്തിനും അതിരോ അളവോ ഇല്ല. ബ്രഹ്മാദി ദേവന്മാർ നമസ്കരിക്കുമ്പോൾ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ചാഞ്ഞു കിടക്കുന്ന കിരീടങ്ങളുടെ പ്രഭയാൽ ആ തൃപ്പാദ പത്മങ്ങൾ മനോഹരമായിരിക്കുന്നു. കാരുണ്യമൂർത്തിയായ അമ്മേ, ഞങ്ങളിതാ നമസ്കരിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.